ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മിഖേൽ സ്റ്റാറെ പുറത്താക്കപ്പെട്ടതിന് ശേഷം ടി.ജി. പുരുഷോത്തമനും തോമസും ചേർന്നുകൊണ്ടാണ് ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതായത് സ്റ്റാറെ പോയതിനു ശേഷം 7 മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. അതിൽ 4 മത്സരങ്ങളിലും വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. 2 തോൽവികളും ഒരു സമനിലയും വഴങ്ങേണ്ടി വന്നു എന്നതാണ്. ഏതായാലും ടി.ജി. പുരുഷോത്തമൻ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഷൈജു ദാമോദരന് പുതിയ ഒരു അഭിമുഖം ഈ മലയാളി പരിശീലകൻ നൽകിയിരുന്നു. അതിലൊരു ചോദ്യമുണ്ടായിരുന്നു. അതായത് മുഖ്യ പരിശീലകന്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ പേടി തോന്നിയോ, അതല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്തം വരുമ്പോൾ പേടി തോന്നിയോ എന്നായിരുന്നു ചോദ്യം. പേടിയൊന്നും തോന്നിയിട്ടില്ല എന്നാണ് ടി.ജി. പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല എല്ലാ ആരാധകരെ പോലെയും താനും ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകനാണ് എന്ന കാര്യവും ടി.ജി.പി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ തീർച്ചയായും ഈ ക്ലബിന്റെ ഒരു ആരാധകൻ തന്നെയാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളെപ്പോലെ ഞാനും ഈ ക്ലബിന്റെ ഫാൻ തന്നെയാണ്. ക്ലബിനെ വിജയിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു പരിശീലക സ്ഥാനം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. പേടിച്ചിട്ട് കാര്യമില്ല, സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തു. ഇതൊരു ചാലഞ്ചാണെന്ന് കരുതി ഏറ്റെടുത്തു. ഇതാണ് ടി.ജി. പുരുഷോത്തമൻ ഇപ്പോൾ മറുപടി ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. 1ാം സ്ഥാനക്കാരായ മോഹൻ ബഗാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. വരുന്ന ശനിയാഴ്ചയാണ് ആ മത്സരം നടക്കുക. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം അനിവാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.